KFDC കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പാക്കേജ് എടുത്തുകൊണ്ട് രാവിലെ 7 മണിക്ക് മുമ്പായി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തണം. ചെക്ക് പോസ്റ്റ് പാസ് ചെയ്ത് കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ വലിയ കുന്നുകളുണ്ട്, പുൽക്കൊണ്ട് നിറഞ്ഞ കുന്നുകൾ. ആന കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ ഭയങ്കര അൺലക്കി ആയിപ്പോയി ഫ്രണ്ട്സ്. ഒരു ആനയെ പോലും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു മലയണ്ണാനെ കാണാൻ സാധിച്ചു. ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോൾ നല്ലൊരു സൂപ്പർ വ്യൂവിലെത്തി. അവിടെയാണ് ഓർഡിനറി മലയാള സിനിമ ഷൂട്ട് ചെയ്തത്. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഗവി ഡാമിലെത്തും. ഗവി ഡാം ക്രോസ് ചെയ്ത് നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്യണം. ഇതാണ് റിസപ്ഷൻ. ഇവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഗവിയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇത് ബോട്ടിങ്ങിലേക്കും റെസ്റ്റോറൻറ്റിലേക്കും ഉള്ള എൻട്രൻസ് ആണ്. എൻട്രൻസിലേക്ക് വരുമ്പോൾ അവിടെ ധാരാളം തുമ്പജിയ ഫ്ലവേഴ്സ് ഉണ്ട്. അതിൽ തേൻ കുടിക്കാൻ വരുന്ന സൺബേർഡുകളും ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ഇഡ്ഡലിയും പല ടൈപ്പ് ചട്നീസും സാമ്പാറും ബ്രെഡ് ആൻഡ് ജാമും രുചികരമായി ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ലീഡ് സോക്സ് ഇട്ട് ട്രെക്കിങ്ങിന് പോകാൻ റെഡിയായി. ഫ്രണ്ട്സ്, ഇതാണ് ലക്ഷ്മണൻ ചേട്ടൻ. ലക്ഷ്മണൻ ചേട്ടൻ KFDCയിലെ ഗൈഡാണ് കേട്ടോ. ഇന്നത്തെ ട്രെക്കിങ്ങിനും ബോട്ടിങ്ങിനും ഒക്കെ ഗൈഡ് ചെയ്യുന്നത് ലക്ഷ്മണൻ ചേട്ടനാണ്. ലക്ഷ്മണൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ലക്ഷ്മണൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. സ്റ്റേ പാക്കേജ് എടുക്കുന്നവർക്ക് വേണ്ടി സ്റ്റേ ചെയ്യാനുള്ള റൂംസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഫ്രണ്ട്സ്, ഈ കാണുന്ന റൂംസിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ എലിഫൻറ്റിൻ്റെ സ്കെൽറ്റനും ഉണ്ട്. അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡീഴ്സിൻ്റെ സ്കൾസും കൊമ്പുകളും ഉണ്ട്. ഒരു ദിവസം 100 കിലോ ഫുഡ് കഴിക്കും, 100 ലിറ്റർ വെള്ളം കുടിക്കും. വെള്ളം ദിവസം പെരിയാർ ടൈഗർസ് എന്ന് പറയുമ്പോൾ 925 സ്ക്വയർ കിലോമീറ്ററാണ്. അതിൽ 1000 മേൽ ആനയുണ്ട്, 46 ടൈഗർ, ലെപ്പേഡ്, ബ്ലാക്ക് പാന്തർ, കാട്ടുപോത്ത്, മാൻ 2 ടൈപ്പാണ്, സാമ്പാർ ഡിയർ, ബാർഗിൻ ഡിയർ. പിന്നെ അത് ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് സൈറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചാൽ വെരി ഡീപ്പ് ഫോറസ്റ്റാണിത്. അതുകൊണ്ടാണ് കൂടുതൽ സൈറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഗ്രാസ് ലാൻഡുകളിൽ റോഡ് സൈഡിലൊക്കെ വരുമ്പോഴാണ് കൂടുതൽ സൈറ്റ് ചെയ്യുന്നത്.
കടുവേനെ സൈറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിലാണ്. അതാണ് മേറ്റിംഗ് ടൈമിലാണ് കൂടുതലും ഗ്രാസ് ലാൻഡുകളിലേക്ക് വരുന്നത്. ഒരു കടുവയുടെ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പം 25 മുതൽ 50 സ്ക്വയർ ഫീറ്റ് വരെ ഒരു സ്ക്വയർ കിലോമീറ്ററാണ്. അതിൻ്റെ ഒരു ടെറിട്ടറിയാണ്. അത് കഴിഞ്ഞാൽ അത് പുറത്ത് വരത്തില്ല. ഇതിൻ്റെ മേറ്റിംഗ് ടൈം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോഴാണ് നമ്മൾ കൂടുതലും കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് എലിഫന്റിന്റെ മഡ് ബാത്ത്. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് നടന്നു കഴിയുമ്പോൾ അടിപൊളി വ്യൂ കാണാൻ പറ്റും ഫ്രണ്ട്സ്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. പിന്നെ ഫ്രണ്ട്സ്, അവിടെ നിന്നാൽ നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ പുല്ലുമേട്, പൊന്നമ്പലമേട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അത് കുടിച്ചാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും ഫുൾ എവർഗ്രീനിലിരിക്കുന്നതാണ് ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു പ്രത്യേക ഫോറസ്റ്റ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലേ കാണാൻ പറ്റുള്ളൂ. ശബരിമലയിൽ നിന്ന് കാണാം. ഇവിടെ നിന്നാണ് കാണിക്കുന്നത്. 13 മുതൽ 16 വരെ അവധിയാണ്. ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ, പോലീസും ഫോറസ്റ്റ് മാത്രമേ കാണുള്ളൂ. പൊന്നമ്പലമെന്ന് പറഞ്ഞാൽ ആ മലയുടെ മേളിൽ അത് പുല്ലുമേട്. അവിടെ തുറന്നു നിന്ന് ഒരു 102 സ്വാമിയെല്ലാം മരിച്ചു. ഇപ്പം നമ്മൾ 1400 സീ ലെവലിൻ്റെ മേളിലിരിക്കുന്നുണ്ട്. ശബരിമല താഴെ. ഫ്രണ്ട്സ്, ഞങ്ങൾ അടുത്ത കുന്നിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ താഴെ നിന്ന് കണ്ട വ്യൂവിനെക്കാട്ടിലും അതിമനോഹരമായ വ്യൂ ആണ്. ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് ശബരിമല ക്ലിയർ ആയിട്ട് കാണാം. ആ കാണുന്നതാണ് ശബരിമല. ഇപ്പുറത്ത് കാണുന്നത് പുല്ലുമേട്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് പൊന്നമ്പലമേട്. അവിടെ നിന്നാണ് മകർജി കാണിക്കുന്നത്. ആ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ചെന്താമരക്കൊക്ക. ഞങ്ങൾ ഒരു കാര്യത്തിൽ ലക്കി ആയിരുന്നു. വെതർ ഭയങ്കര ക്ലിയർ ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റി. ഇലക്ട്രിക് പോസ്റ്റിന്റെ അടിയിൽ കാണുന്ന കാട്ടുപോത്തുകളാണ് കേട്ടോ. എൻജോയ് ചെയ്ത് താഴേക്ക് വരുന്ന സമയത്താണ് ലക്ഷ്മണൻ ചേട്ടൻ ഞങ്ങളെ അട്ടേനെ കാണിച്ചത്. ബ്ലഡ് ഇങ്ങനെ ഷക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം നോക്കി തപ്പി നടക്കുകയാണ്. ഇതാണ് കാട്ടിലെ ലീച്ച്. ഇതിന് ഒരു ദിവസം ലൈഫേ ഉള്ളൂ. ബ്ലഡ് ഷക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിയിട്ട് പിന്നെ ഇതിനകത്ത് സ്പ്ലിറ്റാകുന്ന ബ്ലഡില്ലേ, അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാകും. ട്രെക്കിംഗ് കഴിഞ്ഞ് അവസാനം എത്തുന്നത് പത്തനംതിട്ടയ്ക്ക് പോകുന്ന KSRTC ബസ്സിൻ്റെ റൂട്ടിലാണ്. ഒന്ന് മീനാർ, ഇത് ഗവി, 8 കിലോമീറ്റർ അങ്ങോട്ട് പോയി കൊച്ചുപമ്പ. 3 സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് മീനാർ, ഇത് ഗവി, 8 കിലോമീറ്റർ കഴിഞ്ഞാൽ കൊച്ചുപമ്പ.
ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തത്. മൊത്തം 500 ഏക്കറാണ് ഇപ്പോൾ വർക്ക് ചെയ്തത്. 500 ഏക്കറുണ്ട്, അതെല്ലാം ആൾക്കാരില്ലാത്തതുകൊണ്ട് മാറ്റിയിട്ട് ഇപ്പോൾ 500 ഏക്കറേ പോകും. നമ്മൾ പുറമേ ഉള്ള എസ്റ്റേറ്റുകളിൽ ചിലപ്പോൾ ഒരു ചെടിയിൽ 100-150 കിലോ ഒരു വർഷം കായ്ക്കുമായിരുന്നു. ഇവിടെ മാക്സിമം കൂടി എന്ന് പറഞ്ഞാൽ 5 കിലോ 6 കിലോ കൂടി കായ്ക്കും. 5 കിലോ പച്ചയിടുമ്പോൾ 1 കിലോ ഡ്രൈ ആയി കിട്ടും. 5ന് 1 കിട്ടുന്നതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ്. പ്യൂർ ഓർഗാനിക്കാണ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. ഇവിടെ കുറഞ്ഞത് 2500-3000 രൂപയ്ക്കാണ് കാപ്പ. ശബരിമലയ്ക്കാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ മടുത്തു വരുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നല്ല തണുത്ത ഗ്രേപ്പ് ജ്യൂസ് ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച് റിലാക്സ് ആയിരുന്നപ്പോൾ ലഞ്ച് റെഡിയായി. ഞങ്ങൾ ലഞ്ച് കഴിച്ചപ്പോഴത്തേക്കും ലക്ഷ്മണൻ ചേട്ടൻ ബോട്ടിങ്ങിന് വേണ്ടി റെഡിയായി. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഗവി ഡാമിൽ കൂടെയുള്ള ബോട്ടിംഗ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഫ്രണ്ട്സ്, റോയിങ് ബോട്ടിൽ ലക്ഷ്മണൻ ചേട്ടൻ ഞങ്ങളെ വാട്ടർഫോൾസ് കാണിക്കാൻ കൊണ്ടുപോയി. സേഫ് ആയിട്ടുള്ള വാട്ടർഫോൾസാണ് ഫ്രണ്ട്സ്. പക്ഷെ ഞങ്ങൾ വാട്ടർഫോൾസിലേക്ക് ഇറങ്ങിയില്ല. ഞങ്ങൾ വാട്ടർഫോൾസ് ബോട്ടിലിരുന്ന് തന്നെ കണ്ടിട്ട് തിരികെ പോന്നു. ഇത് സ്റ്റേ ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് സ്റ്റേ ആണ്. ഡോമുണ്ട്, ലോഗോസ് ഉണ്ട്, ക്യാൻവാസ് ടെൻ്റ് ഉണ്ട്. ഇത് ഒരു 2 ബോട്ടുണ്ട്. അതിനേക്കാളും കുറച്ച് പ്രൈവസി കൂടുതലാണ് താമസിക്കുക. അതെ, ഫ്രണ്ട്സ്, ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് തിരികെ വന്നിട്ട് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നിങ്ങൾ ഈ കാണുന്നത് ക്യാമ്പ് ഫയർ ആണ് കേട്ടോ. ഫ്രണ്ട്സ്, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഇവിടുത്തെ DC ഇലക്ട്രിക് ലൈൻസ് എല്ലാം ഓൺ ചെയ്യും. അത് നമുക്ക് വൈൽഡ് ആനിമൽസിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ.